വിദ്വേഷ പ്രസംഗം നടത്തിയെന്നാരോപിച്ച് മുംബൈയിൽ നിന്നുള്ള ഇസ്ലാമിക പണ്ഡിതൻ മുഫ്തി സൽമാൻ അസ്ഹരിയെ ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുജറാത്തിലെ ജുനാഗഡ് നഗരത്തിൽ ബി ഡിവിഷൻ പോലീസ് സ്റ്റേഷന് സമീപത്തെ പൊതുവേദിയിൽ ജനുവരി 31 നടത്തിയ പ്രസംഗത്തിന്റെ പേരിലാണ് അറസ്റ്റ്. പ്രസംഗത്തിന്റെ വീഡിയോ വൈറലായതിനെ തുടർന്നാണ് നടപടി. അസ്ഹരിക്കും പ്രാദേശിക സംഘാടകരായ മുഹമ്മദ് യൂസഫ് മാലിക്, അസീം ഹബീബ് ഒഡേദര എന്നിവർക്കുമെതിരെ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത സൃഷ്ടിക്കുക, പൊതുജനദ്രോഹകരമായ പ്രസ്താവനകൾ നടത്തുക എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. മാലിക്കിനെയും ഹബീബിനെയും ഫെബ്രുവരി 3 അറസ്റ്റ് ചെയ്തിരുന്നു. അസ്ഹരിക്കായി അന്വേഷണം തുടർന്ന പോലീസ് ഞായറാഴ്ചയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അസ്ഹരിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതേസമയം സാധാരണ വേഷം ധരിച്ചെത്തിയ 40ഓളം പേരെത്തിയാണ് മുഫ്തിയെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയതെന്നും എന്തിനാണ് എത്തിയതെന്ന് പോലും അവർ വ്യക്തമാക്കിയില്ലെന്നുമാണ് മുഫ്തിയുടെ അഭിഭാഷകൻ പറയുന്നത്. മതപരവും ലഹരി വിരുദ്ധവുമായ ഉള്ളടക്കം പ്രസംഗിക്കാൻ വേണ്ടിയാണ് അറസ്റ്റിലായവർ അനുമതി നേടിയതെങ്കിലും പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ അസ്ഹരി ഫലസ്തീനെക്കുറിച്ചും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ചുമാണ് പ്രസംഗിച്ചതെന്നാണ് മുസ്ലിം നെറ്റ്വർക്ക് TV റിപ്പോർട്ട് ചെയ്യുന്നത്. BJP പ്രവർത്തകർ അദ്ദേഹത്തിന്റെ പ്രസംഗം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചുവെന്നും അദ്ദേഹം ഹിന്ദു സമുദായത്തെ ഉന്നമിട്ടുവെന്നത് വ്യാജ ആരോപണമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തെക്കുറിച്ചും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ചുമാണ് അസ്ഹരി പ്രസംഗിച്ചതെന്ന് സിയാസത്ത്.com റിപ്പോർട്ട് ചെയ്തു. പ്രസംഗം പൂർണ്ണമായി കേട്ട ശേഷമാണ് ഈ റിപ്പോർട്ടെന്നും പറയുന്നുണ്ട്. ഓരോ കർബലയ്ക്ക് ശേഷം ഇസ്ലാം ജീവിച്ചിരിക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗ ഭാഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഫെബ്രുവരി 3 മുതലാണ് അസ്ഹരിയുടെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം വൈറലായത്. ഹിന്ദുത്വർ ട്രോളായും അല്ലാതെയും അവ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. മുംബൈയിൽ നിന്നുള്ള സുന്നി പണ്ഡിതനും പ്രഭാഷകനുമാണ് മുഫ്തി സൽമാൻ അസ്ഹരി. ജാമിയ റിയാസുൽ ജന, അൽ അമാൻ എഡ്യൂക്കേഷൻ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ്, ദാറുൽ അമാൻ എന്നിവയുടെ സ്ഥാപകനുമാണ്. സൽമാൻ അസ്ഹരിയെ വെറുതെ വിടണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷന് മുൻപിൽ അണികളുടെ പ്രതിഷേധം നടന്നിരുന്നു. വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട അസ്ഹരിയെ ഗാഡ് കോപ്പർ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവന്നത്. അറസ്റ്റിന് ശേഷം രാത്രി 11 മണിയോടെ വൻ ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടി. ഇതോടെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. സർക്കാർ ബസിന് കല്ലെറിഞ്ഞെന്നാരോപിച്ച് 5 പേരെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ പോലീസിന്റെ ആവശ്യപ്രകാരം അസ്ഹരി പറഞ്ഞു, ഞാനൊരു കുറ്റവാളിയല്ല, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടല്ല എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അവർ ആവശ്യമായ അന്വേഷണം നടത്തുകയാണ്, ഞാൻ അതിനോട് സഹകരിക്കുകയും ചെയ്യുന്നു. എന്റെ വിധി അങ്ങനെയാണെങ്കിൽ ഞാൻ അറസ്റ്റിനും തയ്യാറാണ് എന്നാണ് അസ്ഹരി പറഞ്ഞത്. നിരവധി യുവാക്കളാണ് അസ്ഹരിയുടെ അറസ്റ്റിനെ തുടർന്ന് പ്രദേശത്തെത്തിയത്.